കർത്താവ് യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2022 ഏപ്രിൽ മാസം 24 തീയതി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. അന്ന് കരുണയുടെ തിരുനാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ തിരുനാളിനെ കുറിച്ച് അല്പം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ നൽകിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ 2000 ആണ്ടിൽ ഏപ്രിൽ 30 തീയതിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകാരുണ്യത്തിൻ്റെ ഞായറാഴ്ച ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായിട്ട് ആ തിരുനാള് സഭയിൽ പ്രഖ്യാപിച്ചതും സ്ഥാപിച്ചതും. ഈ തിരുനാള് ഈസ്റ്ററിൻ്റെ അടുത്ത ഞായറാഴ്ചയാണ് സഭ ആചരിക്കുന്നത്. ഈ തിരുനാള് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് കർത്താവ് യേശുമിശിഹാ തന്നെയാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട്. കരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് നിരവധി വാഗ്ദാനങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം കരുണയുടെ തിരുനാളിലെ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. കരുണയുടെ തിരുനാളിൽ കർത്താവിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് പൂർണ്ണ കുമ്പസാരം നടത്തി, ആ തിരുനാളിന് മുമ്പായി, ആ ദിവസം തന്നെ കുമ്പസാരിക്കണമെന്നില്ല, അതിന് 2 ആഴ്ച മുമ്പെങ്കിലും കുമ്പസാരിച്ച്, അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ പൂർണ്ണ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാവിന് സകല പാപങ്ങളിൽ നിന്നും സകല ശിക്ഷയിൽ നിന്നുമുള്ള മോചനമാണ് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാമോദീസായ്ക്ക് തുല്യമായ ഒരു പ്രസാദവരമാണ് കരുണയുടെ തിരുനാളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, നമ്മളത് യോഗ്യതയോടെ ആചരിച്ചാൽ. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: കാരുണ്യത്തിന്റെ തിരുനാൾ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാവിന് പൂർണ്ണ ക്ഷമ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നേ ദിവസം ജീവന്റെ ഉറവയായ ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്നവരാരായാലും അവർക്ക് പൂർണ്ണമായ പാപക്ഷമയും സകല ശിക്ഷയിൽ നിന്നുള്ള പരിപൂർണ മോചനവും നൽകപ്പെടും. കർത്താവ് പറയുകയാണ്, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാവിന് പൂർണ്ണമായ പാപക്ഷമയും സകല ശിക്ഷയിൽ നിന്നുള്ള മോചനവും നൽകും. കൃപാവരങ്ങൾ കുത്തിയൊഴുകുന്ന ദൈവിക ജലസംഭരണിയുടെ വർഷകാല കവാടങ്ങൾ മുഴുവനായും തുറക്കപ്പെടുന്ന ദിവസമാണത്. ഒരു പാപിയും എന്നെ സമീപിക്കാൻ ഭയപ്പെടരുത്, അവന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിൽ പോലും. വലിയ അനുഗ്രഹമാണ് ഈ ദിവസം നമുക്ക് ലഭിക്കുന്നത്, പരിപൂർണമായ പാപമോചനം. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസത്തെ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുത്താൽ നമ്മുടെ ആത്മാവിന് അത് വലിയൊരു വളർച്ചയ്ക്ക് കാരണമാകും. ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, കരുണയുടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ, യോഗ്യമായി ആഘോഷിക്കാൻ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിർബന്ധപൂർവം പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ 24 തീയതി ചെയ്യേണ്ടത്, അതിനു മുമ്പായി കുമ്പസാരിച്ച് ആത്മാവിനെ പ്രസാദപരാവസ്ഥയിലേക്ക് നിലനിർത്തുക. രണ്ടാമതായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാന ഭക്തിയോടും യോഗ്യതയോടും ഒരുക്കത്തോടും കൂടി അർപ്പിക്കുക. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ യേശുവിന്റെ അനന്തമായ കരുണയിൽ പരിപൂർണമായി ആശ്രയിക്കുക. കരുണയുടെ ചിത്രത്തിന്റെ താഴെ എഴുതിയിരിക്കുന്ന വാചകം ഓർക്കുക: ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു, അങ്ങിൽ ഞാൻ പൂർണ്ണമായും ശരണപ്പെടുന്നു. പിന്നീട് ചെയ്യേണ്ടത് കരുണയുടെ പ്രാർത്ഥന ചൊല്ലണം. കരുണയുടെ പ്രാർത്ഥന ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന നമുക്കറിയാം. കരുണയുടെ പ്രാർത്ഥന ചൊല്ലുകയും അതോടൊപ്പം തന്നെ കരുണയുടെ ജപമാല, കരുണക്കൊന്ത ചൊല്ലുകയും വേണം. മറ്റൊരു കാര്യം ഈ കരുണയുടെ തിരുനാളിൽ നാം ആചരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത്, കരുണയുടെ ഛായാചിത്രം ഭക്തിപൂർവം വണങ്ങണം. ഛായാചിത്രത്തെ ഭക്തിയോടെ വണങ്ങി ഈശോയെ ആരാധിക്കണം. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം, കരുണയെക്കുറിച്ച് പ്രഘോഷിക്കണം. ദൈവകരുണയെക്കുറിച്ച് പങ്കുവെക്കണം, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ്
പ്രധാനമായും ഈശോ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരുക്കത്തോടെ സ്നേഹത്തോടെ ഈ തിരുനാളിന് വേണ്ടി ആത്മാവിൽ വലിയ ഉത്സാഹത്തോടെ തയ്യാറെടുക്കാം എന്ന് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് ജപമാലയും 6:30 പരിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ കരുണയുടെ പ്രാർത്ഥനയും കരുണക്കൊന്തയും ചൊല്ലി കരുണയുടെ ഛായാചിത്രം വണങ്ങി മാർപ്പാപ്പയുടെ നിയോഗത്തിനു വേണ്ടി സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി പ്രാർത്ഥനകൾ ചൊല്ലി നാളത്തെ ദിവസം തിരുസഭ വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാൻ ഒരവസരം നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സാധിക്കുന്ന എല്ലാവരും അതിൽ സംബന്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ ഈശോയുടെ വ്യവസ്ഥകളും പൂർത്തീകരിച്ചുകൊണ്ട് കരുണയുടെ തിരുനാളിൽ പങ്കെടുത്ത് നമുക്ക് നാളെ വലിയൊരു അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും നിയോഗങ്ങൾ നാളത്തെ കുർബാനയിൽ സമർപ്പിക്കുന്നതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. സ്നേഹത്തോടെ ഫാദർ ഡാനിയേൽ പൂർണ്ണത്തിൽ.